നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ നീക്കം മദ്യലോബിക്കുള്ള പ്രത്യുപകാരമാണെന്ന് VM സുധീരൻ. കേരളത്തെ മദ്യാലയമാക്കാനുള്ള ശ്രമമെന്ന് ചെന്നിത്തല. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പോയത് ഉചിതമായില്ലെന്ന് സുധീരൻ. അത്തരത്തിലുള്ള വിവാഹ കർമ്മങ്ങളിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ. ഭരണനിർവഹണ രംഗത്ത് പുനഃക്രമീകരണം വേണമെന്ന് മുഖ്യമന്ത്രി. ഫയലുകൾ നീങ്ങാൻ കൈക്കൂലി കിട്ടണമെന്ന രീതി മാറണം. ഇപ്പോൾ സമൂഹം ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു കൈമടക്ക് നൽകിയാലേ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകൂ എന്നതാണ്. ഇതിന് മാറ്റം വരുത്താനാവണം. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. മാറേണ്ടത് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമെന്ന് ചീഫ് സെക്രട്ടറി. തുറന്നു പറയുകയാണ്, എനിക്ക് ഒരു ഓഫീസിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതെ കയറിപ്പോകാനുള്ള ധൈര്യം ഇല്ലെന്നുള്ളതാണ് ഞാനിവിടെ ഇരുന്നിട്ട് പറയുന്നത്. അങ്ങനെ അത് മാറ്റിയെടുക്കണം. സംസ്ഥാനത്തെ TV പരമ്പരകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചന. ഉള്ളടക്കം പരിശോധിക്കാൻ സെൻസർ ബോർഡ് മാതൃകയിൽ സംവിധാനത്തിന് ശ്രമം. സീരിയലുകൾ സെൻസർ ചെയ്യാൻ അനുമതിക്കായി വാർത്താവിതരണ മന്ത്രാലയത്തിന് സർക്കാരിന്റെ കത്ത്. BDJSനെ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. BDJSനോട് മറ്റു പാർട്ടികളോടുള്ള അതേ സമീപനം. SNDPയുടെ വസ്തുവകകളും സൗകര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഇനി പ്രചാരകനാകാനില്ല. മൈക്രോ ഫിനാൻസിൽ വെട്ടിപ്പ് നടന്നുവെന്നും വെള്ളാപ്പള്ളി. ബംഗളൂരുവിൽ ദളിത് വിദ്യാർത്ഥിനിയെ ക്രൂരമായി റാഗിംഗ് പീഡനത്തിന് ഇരയാക്കിയ 3 സീനിയർ വിദ്യാർത്ഥിനികൾ റിമാൻഡിൽ. 4ാം പ്രതി ശില്പ ജോസിനെ കർണാടക പോലീസ് തിരയുന്നു. ദേശീയ തലത്തിൽ റാഗിംഗ് നിരോധിക്കാൻ ശ്രമം നടത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. ജിഷ കൊലക്കേസ് പ്രതി അമീറിനെ ഇന്നും തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ കഴിയാതെ പോലീസ്. അന്വേഷണം ശക്തമായി മുന്നോട്ടെന്ന് DGP. അമീറിന്റെ ചിത്രം പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ പോലീസ് നടപടിക്ക് സാധ്യത. ശബരിമലയിൽ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തുടരണമെന്ന് NSS. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. റിക്രൂട്ട്മെന്റ് ബോർഡ് നിലനിർത്തണമെന്നും പ്രമേയം. തെറ്റായ തീരുമാനങ്ങളെ എതിർക്കുന്ന സമീപനം പുതിയ സർക്കാരിനോടും ഉണ്ടാകുമെന്ന് സുകുമാരൻ നായർ. കശ്മീരിൽ ഒളിയാക്രമണത്തിൽ 8 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. ആക്രമണം സൈനിക വാഹന വ്യൂഹത്തിന് നേരെ. 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തയ്യബ ഏറ്റെടുത്തു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ ടെലിവിഷൻ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. സീരിയലുകളുടെ ഉള്ളടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി സെൻസർ ബോർഡ് മാതൃകയിൽ പുതിയ സംവിധാനം രൂപീകരിക്കണം. സീരിയലുകളുടെ സെൻസറിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കത്ത് നൽകി. ടെലിവിഷൻ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നേരത്തെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്ഷേപമുയർന്നിരുന്നു. പല സീരിയലുകളുടെയും ഉള്ളടക്കം കുട്ടികളെയും സ്ത്രീകളെയും തെറ്റായ വഴിക്കാണ് നയിക്കുകയെന്ന് നിയമസഭാ സമിതിയും കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീരിയലുകളുടെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. സീരിയലുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി സെൻസർ ബോർഡ് മാതൃകയിൽ ഒരു പുതിയ സംവിധാനം ഒരുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ടെലിവിഷൻ ചാനലുകളുടെ ഉള്ളടക്കം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. ഈ സാഹചര്യത്തിലാണ് 1995 കേബിൾ നെറ്റ്വർക്ക് റെഗുലേറ്ററി ആക്ട് പ്രകാരം സംസ്ഥാനത്തിന് ഒരു സീരിയൽ സെൻസർ ബോർഡ് സ്ഥാപിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് PRD വകുപ്പ് കത്ത് നൽകിയത്. സീരിയലുകളുടെ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ സെൻസർ ബോർഡ് രൂപീകരിക്കാൻ പറ്റില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. മലയാള ടെലിവിഷൻ സീരിയലുകൾ കൂടി കേന്ദ്ര സെൻസർ ബോർഡ് പരിശോധിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. നിലവിൽ ടെലിവിഷൻ ചാനലുകളുടെ ഉള്ളടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ഒരു നിരീക്ഷണ സമിതിയുണ്ട്. എന്നാൽ സീരിയലുകളെ നിയന്ത്രിക്കുന്നതിന് ഇത് പര്യാപ്തമല്ലെന്നും കത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ലഭിച്ച ശേഷം പുതിയ സംവിധാനത്തിന് രൂപം നൽകാനാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. PG പ്രബോധ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ന്യൂസ് ടുഡേ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നടനും സംഘടനാ ഭാരവാഹിയുമായ ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി T പാർവതി, സംവിധായകനും നടനുമായ ശ്രീ സോഹൻ സീനുലാൽ, കലാമണ്ഡലം മുൻ രജിസ്ട്രാറും പുകാസ ഭാരവാഹിയുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, നമ്മുടെ TV പരമ്പരകളുടെ നിലവാര തകർച്ച സംബന്ധിച്ചുള്ള പരാതികൾക്കും വിമർശനങ്ങൾക്കും നാളുകളുടെ പഴക്കമുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിരന്തരമായി നമ്മുടെ TV പരമ്പരകൾ ഏറ്റുവാങ്ങുകയുമാണ്. അതിൻ്റെ നിലവാര തകർച്ച, അതിലെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള ആക്ഷേപം, അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ നിരന്തരമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയിലാണ്
പുതിയ സംവിധാനം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്? നിങ്ങളെപ്പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ നിർദ്ദേശത്തെ എങ്ങനെ കാണുന്നു? ആ നിർദ്ദേശം ടെലിവിഷനെ സംബന്ധിച്ച് പ്രായോഗികമല്ല. കാരണം ഇത് ടെലിവിഷൻ പരമ്പരകളെല്ലാം അപ്പപ്പ ചുട്ടുകൊടുക്കുന്ന ഈ ദോശ പോലെയാണ്. അപ്പോൾ അത് സിനിമയെ പോലെ നമുക്ക് സെൻസറിങ്ങിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കൂടുതൽ. പിന്നെ അതിനുള്ള ഒരു മാർഗരേഖ അപ്പോൾ തന്നെ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇന്ന രീതിയിലായിരിക്കണം ഒരു പരമ്പര സൃഷ്ടിക്കേണ്ടത് എന്നുള്ള ആ ഒരു മാർഗരേഖ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ ഇത് കുറേ കാലം കൊണ്ട് ഈ സെൻസറിങ്ങിനെ സംബന്ധിച്ച് എന്നെ പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് പോലും സെൻസറിങ് ഈ അടുത്ത സമയത്ത് കഥകളി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് വളരെയേറെ ആക്ഷേപമുണ്ടായിരുന്നു. ആ സെൻസറിങ്ങിൻ്റെ കാര്യം വന്നപ്പോഴേ അത് സെൻസറിങ് വേണ്ട എന്ന് വരെ പല കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവർ സമരം വരെ നടത്തി. അത് സിനിമയെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റായിട്ട് എന്നും സൂക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പരമ്പര എന്ന് പറയുന്നത് വെറും ഒരു 10-20 മിനിറ്റത്തെ ഒരു നേരം പോക്കായിട്ട് വിടുന്ന ഒരു സംഗതിയാണ്. അതിൽ ഇങ്ങനെ സെൻസറിങ് ഏർപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് രണ്ടാമതൊന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇന്നത്തെ വാർത്തയിലൂടെ ഞാനും കണ്ടു, അത് കേന്ദ്ര സെൻസർ നിയമത്തിന് വിധേയമായിട്ട് നടപ്പാക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി കത്തെഴുതിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഈ രീതിയിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഏതായിരുന്നാലും അതിൻ്റേതായ സാങ്കേതിക വിദഗ്ധരെയും പിന്നെ മറ്റുള്ളവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. ചാനലുകാരെ അപ്പോഴപ്പോഴേ ചുട്ടെടുക്കുന്ന, ഇപ്പം നാളെയോ മറ്റന്നാളോ പോവേണ്ട എപ്പിസോഡായിരിക്കും ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ സെൻസറിങ്ങിന് വേണ്ടി അതനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ നിയമിച്ചിരുന്നാൽ തന്നെയും അത് പ്രായോഗികമാക്കാൻ പറ്റില്ല. എന്നു വെച്ചിരുന്നാൽ അവർ പറയുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നടക്കില്ല. ശരി, അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം. ഞാൻ അതിലേക്ക് വരാം. കുറേ കാര്യങ്ങളിൽ നമുക്ക് കുറെ കൂടി വിശദമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ശ്രീമതി ടി പാർവതി, ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ചുട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുമില്ല. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതിനെ പാടെ അവഗണിച്ച് കളയാൻ കഴിയും? ഒരു തരത്തിലുള്ള സ്ക്രൂട്ടണി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? നമ്മളുടെ പരമ്പരകളുടെയൊക്കെ നിലവാര തകർച്ച അത് എവിടെ പോയി നിൽക്കുന്നു എന്നത് പൊതുവായ വിമർശനമാണ്. ഞാൻ ഏതെങ്കിലും ഒരു പരമ്പരയെ പറ്റി പറയുകയല്ല, പൊതുവായ വിമർശനമാണ്. അക്കാര്യത്തിലുള്ള വിമർശനം പൊതുസമൂഹത്തിന് അപ്പാടെയുമുണ്ട്. നമ്മൾ അപ്പോൾ ചുട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് എത്തുന്നത് എത്രമാത്രം ജനങ്ങളിലേക്കാണ്. അങ്ങനെ എത്തുന്ന ഒരു പ്രോഡക്റ്റ്, അതിനെ ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ കണ്ടാൽ യാതൊരു തരത്തിലുള്ള സ്ക്രൂട്ടണിയും അതിൽ നടക്കുന്നില്ല. അതിങ്ങനെ തുടരുകയാണ്. ഏതു തരത്തിലുള്ള അതിലെ കലാകാരൻ്റെ മനോഭാവത്തിന് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ നിലയിൽ വളരെ ദുർബലമായ, വളരെ അയഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു പോകേണ്ടതാണോ നമ്മുടെ TV പരമ്പരകൾ? ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ സാറിനുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഈ ടെലിവിഷൻ രംഗത്ത് സീരിയലിൽ വർക്ക് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുടെ ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഉത്തരവാദിത്തോടെയും തന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, സിനിമയുടെ സർട്ടിഫിക്കേഷൻ. അതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാനോ സെൻസർ ചെയ്യാനോ പോലും അവകാശമില്ല. അത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഇവിടെ ദുർവ്യാഖ്യാനപ്പെടുത്തി നല്ല സിനിമകളെ പോലും സെൻസർഷിപ്പിന് വിധേയമാക്കി ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കാതിരിക്കുക, സെൻസർ ചെയ്ത് അത് എഡിറ്റ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർശനമായ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഉടുത്ത പഞ്ചാബ് പോലും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കാണിക്കേണ്ട ഒരു സിനിമയാണ് അതുപോലും. പക്ഷേ എന്നിരിക്കെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർ പോയി കാണുന്ന ഒരു കാര്യമാണ്, ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ആൾക്കാർക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാം. എന്നാൽ സീരിയലിലേക്ക് വരുമ്പോൾ സീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഇത് ഏറ്റവും നമ്മളുടെ വീട്ടിലെ ബന്ധുക്കളെ പോലെയാണ് സീരിയലിൽ അഭിനയിക്കുന്നവരെയും സീരിയലിൽ നടക്കുന്ന കഥകളെയും സീരിയലുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്ന സ്ത്രീകൾ, പ്രശ്നമുണ്ടാകുന്ന സ്ത്രീകൾ. അതിലെ ഏറ്റവും നല്ല നായികയുമായിട്ട് തന്നെ ഒരു അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കി ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടന്നിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഇതിലെ വിവിധ കഥാപാത്രങ്ങളായി പ്ലേസ് ചെയ്യുന്നു.
അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പറയും ഇതിനകത്ത് എവിടെയാണ് തെളിവ്, എവിടെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള പല ചോദ്യങ്ങളും ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് ഇതിന് മുമ്പ് ഒരു ലേഖനം വരെ ഇത് എഴുതിയിരുന്നു. കാരണം സീരിയലുകളിലെ പ്രമേയങ്ങൾ എടുക്കുന്നത്, അതിനകത്തെ ഒരുപാട് ബന്ധങ്ങൾ, മരുമകൾ എന്ന് പറയുന്നത് എപ്പോഴും വിഷം ഉള്ളവളാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മ ഏറ്റവും ക്രൂരയാണ്, കുശുംബി അമ്മായിയമ്മകൾ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ്, ഇത് ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് കുട്ടികളുടെ പോലും ഉള്ളിൽ എത്രമാത്രം ആഴത്തിലാണ് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പഠനങ്ങൾ പോലും കേരളത്തിൽ നടക്കുന്നില്ല. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പ്രമേയത്തിൽ കൃത്യമായ ഒരു കർശനമായ നടപടിയെടുക്കണം. സാറ് പറഞ്ഞത് ശരിയാണ്. എന്നും പോയി സെൻസർ ചെയ്യുന്നത് സിനിമയുടെ സമ്പ്രദായം ഇന്ന് നടക്കുന്നത് പോലെ സീരിയലിൽ ഒരു പക്ഷേ നടക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തിനെ നമുക്കൊരു പുതിയ രീതി കണ്ടെത്തിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ് കഥകൾ വരേണ്ടത്, എത്രമാത്രം ക്രൂരതയാവാം, ഷോക്കടിപ്പിച്ച് കൊല്ലുക, ഗർഭിണിയെ വിഷം കൊടുത്ത് കൊല്ലുക തുടങ്ങിയ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള 1000 ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. കുടുംബങ്ങളിലെ ഉലച്ചിലുകൾ, കുടുംബത്തിലെ വഴക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർ പലപ്പോഴും പിന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വേദന അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹമായിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവർക്കും പുരുഷനൊരു ശത്രു എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ ഒരു ചർച്ചയിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ശരിയാണ്. നമ്മുടെ TV പരമ്പരകളുടെ ഒരു പൊതുവായ വിലയിരുത്തലാണ് ആ വിഷയത്തിൽ താങ്കൾ നടത്തുന്നത്. ഞാൻ വരാം. ശ്രീ സോഹൻ സീനുലാൽ, നമുക്ക് സിനിമയിലെ പോലെ ഒരു സെൻസറിങ്, ആ രീതിയിൽ ഒരു സെൻസർ ബോർഡൊന്നും സീരിയലുകളുടെ കാര്യത്തിൽ പറ്റില്ല. ഓരോ സീൻ പരിശോധിച്ച് അതിൽ കത്രിക വയ്ക്കലല്ല സെൻസർ ബോർഡിൻ്റെ ജോലി എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലും ഇവിടെ നടക്കില്ല. ഇനി അങ്ങനെ ഇടപെടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതും പരമ്പരകളുടെ കാര്യത്തിൽ നടക്കില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം, ഇതിൻ്റെ ആശയം പരിശോധിച്ച് അതിൽ ഒരു സ്ക്രൂട്ടണി, മിനിമം ഒരു സ്ക്രൂട്ടണി, ഒരു പരിശോധന, ഒരു സൂക്ഷ്മ പരിശോധനയെങ്കിലും TV പരമ്പരകളുടെ കാര്യത്തിൽ വേണ്ടതല്ലേ? അതല്ലാതെ അതിനെ ഒരു തരത്തിലുള്ള ഇടപെടലും സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കണം എന്ന വാദത്തിന് നിലനിൽപ്പുണ്ടോ? അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ TV പരമ്പരകൾക്ക് പോലും സർട്ടിഫിക്കേഷനുണ്ട്. ആ സർട്ടിഫിക്കേഷനുള്ള സീരിയലുകൾ ഏത് സമയത്ത് കൊടുക്കണമെന്ന് അവിടെ കൃത്യമായ വ്യവസ്ഥയുണ്ട്. നമുക്കതൊന്നുമില്ല. നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് അതിൽ നമ്മൾ സിനിമയിലൊക്കെ കൊടുക്കുന്ന പോലെ AU സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അതിന് സമയക്രമീകരണമൊക്കെ നടത്തി അതിനെ കുറെ കൂടി ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കണമെന്ന നിർദ്ദേശം താങ്കളെപ്പോലുള്ളവർക്ക് സ്വീകാര്യമാണോ? ആദ്യമായിട്ട് ഇത് മന്ത്രിസഭാ തീരുമാനമാണോ അതോ CRD ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനമാണോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറയാം. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് ഏപ്രിൽ മാസം 28-ാം തീയതി നമ്മുടെ PRD ഡയറക്ടർ കേന്ദ്ര സർക്കാരിന് അയച്ച കത്താണ്. ആ കത്ത് കേന്ദ്ര സർക്കാരിന് ലഭിച്ചതിന് ശേഷം അതിൽ എന്തൊക്കെ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനത്തോട് ചോദിച്ചു. ഇപ്പോഴാണ് ആ ചോദ്യം ഉണ്ടായത്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ PRD ഡയറക്ടർ ഈ സർക്കാരിനോട് അതിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ആ ഘട്ടത്തിൽ പുതിയ ഗവൺമെൻറ്റും അതിൽ ഫോളോ അപ്പ് ചെയ്യണം, അത് നിലപാടായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് വീണ്ടും നമ്മുടെ PRD കേന്ദ്രത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അതിൻ്റെ പൊസിഷൻ. അതെ. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് അത് മന്ത്രിസഭയുടെ ഒരു തീരുമാനമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് അത് ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്തത്. സെൻസറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലുള്ള തൊഴിലാളികളുടെ സംഘടനയായ FFK ഒക്കെ ആ വിഷയത്തിൽ സമരം വരെ നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതൊരു കലാകാരൻ്റെയും അവകാശമാണ്. അപ്പോൾ കൂടുതൽ ഒരു ഭരണകൂട എന്താ പറയുക ഭീകരത എന്നുള്ള നിലയ്ക്ക് സെൻസറിങ്ങിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാർവതി ചേച്ചിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്. ഇപ്പോൾ പാർവതി ചേച്ചിക്കും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സീരിയലുകൾ വൻ പരീക്ഷണങ്ങൾ സീരിയലുകൾ ഉണ്ടായ കാലത്ത് സീരിയലിൻ്റെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ്.
അപ്പോൾ അതിൽ നിന്നെല്ലാം അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ സീരിയലുകൾ വന്നു, സയൻസ് ഫിക്ഷൻ സീരിയലുകൾ വന്നു. അവർക്കറിയാം നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് തൽക്കാലം സീരിയലുകൾ. അപ്പോൾ അവിടെ ചിലവാകുന്നത് അമ്മായിയമ്മ മരുമകൾ പ്രശ്നവും അവിഹിത കഥകളും ഒക്കെ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ നിലയ്ക്കൊക്കെയുള്ള കഥകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്പം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ് പൊതുവിലുള്ള സീരിയലുകളുടെ ഇന്നത്തെ അവസ്ഥ. ഇതൊക്കെ പൊതുസമൂഹത്തിൽ വലിയ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും സിനിമയ്ക്ക് സെൻസറിങ് ഇല്ല. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് കൂടുതൽ പൗരന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജനാധിപത്യത്തോടുള്ള കൂറ്, അല്ലെങ്കിൽ ജനാധിപത്യത്തോട് നീതി പുലർത്തുമ്പോൾ ചെയ്യേണ്ടത്. സെൻസർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വളരെ കാലം മുൻപുണ്ടാക്കിയ നിയമങ്ങൾ വളരെ മോശം രീതിയിൽ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കാണ് ചെന്നെത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രഗത്ഭരായ സംവിധായകർ അല്ലെങ്കിൽ പുതിയതും പഴയതുമായിട്ടൊക്കെയുള്ള ചലച്ചിത്ര പ്രവർത്തകരായിക്കോട്ടെ സീരിയൽ പ്രവർത്തകരായിക്കോട്ടെ ഒരു സിനിമയുമായി പുലബന്ധമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ അവരുടെ കലാസൃഷ്ടിയെ കൊണ്ടുപോയി ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. സിനിമയിലെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് സമീപനാളിലുണ്ടായ വിവാദങ്ങളെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? ഇത് ഈ മേഖലയിൽ കുറെ കൂടി കൃത്യത ഉറപ്പുവരുത്താനും അതിൻ്റെ നിലവാരം ഉയർത്താനുമുള്ള ഒരു സംവിധാനം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിലെ സെൻസർ ബോർഡിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. സീരിയലുകളുടെ കാര്യത്തിൽ അത് പ്രായോഗികവുമല്ല. അതിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നത് ഒരു TV പരമ്പരകൾ സെൻസർ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ബോർഡ് സംസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സെൻസർ ബോർഡിനെ അതിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി ഈ പരമ്പരകൾ പരിശോധിക്കുക. അതൊരു സ്വാഭാവിക നിർദ്ദേശമല്ലേ? അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പരമ്പരകളുടെ മേൽ ഒരു പരിശോധനയും പാടില്ല എന്ന് പറയുന്ന വാദം നിലനിൽക്കുമോ? ഇപ്പോൾ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ഇരിക്കുമ്പോൾ ആ ടെലിവിഷൻ സ്ക്രീനിൽ തെളിയുന്നതെല്ലാം അങ്ങനെയാണെങ്കിൽ സെൻസറിന് വിധേയമാക്കേണ്ടതല്ലേ? ഇപ്പോൾ ഞാനൊരു തമാശയ്ക്ക് പറയുകയാണ്, പണ്ടൊക്കെ കുട്ടികളോട് വാർത്ത കാണാൻ പറയും, ഇന്ന് നിങ്ങൾ വാർത്ത കാണരുത് എന്നാണ് പറയുന്നത്. പക്ഷേ വാർത്തകൾക്ക് സെൻസർ വെക്കാൻ പറ്റുമോ? സെൻസറിങ് വെച്ച് കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്തു വരാതെയാവും എന്ന് കരുതിയിട്ട് അതിൻ്റെ മറവിൽ പല അസത്യ പ്രചാരണങ്ങളും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതും നമുക്കറിയാം. അതൊക്കെ ഇവിടുത്തെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ പ്രബുദ്ധരായ ജനങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം മാത്രമാണ്, എനിക്ക് തോന്നുന്നില്ല ഒരു അമ്പലം കത്തിക്കുന്നത് കണ്ടാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മതവികാരം വ്രണപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മ മരുമകളെ ചൂലെടുത്ത് തല്ലുന്നത് കണ്ടിട്ടാണോ ഇവിടെ അമ്മായിയമ്മ മരുമകൾ പ്രശ്നമുള്ളത്? അമ്മായിയമ്മ മരുമകൾ പ്രശ്നം ഓരോ കുടുംബത്തിലും ഉണ്ടാകേണ്ട കാരണങ്ങൾ സൈക്കോളജിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാം. സീരിയലുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും നിയന്ത്രണം വേണം. ആ നിലയ്ക്ക് അതിന് കാണാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകാം. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. സ്വാഭാവികമായും അത്തരം ഒരു സെൻസർ ബോർഡ് TV പരമ്പരകൾക്ക് വേണ്ടി വന്നാൽ അത് മറ്റ് മേഖലകളെയും ചിലപ്പോൾ അത് വാർത്താ ചാനലുകളെ അടക്കം അതിൻ്റെ ഭാഗമാക്കിയേക്കാം. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ വാർത്തകൾ എന്നത് നടക്കുന്ന കാര്യങ്ങളുടെ തത്സമയ റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ വിവരണമോ അതിൻ്റെ ദൃശ്യങ്ങളോ ആണ്. പക്ഷേ സീരിയലിനെ വാർത്തയുമായി താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ NR ഗ്രാമപ്രകാശ്, താങ്കൾ ഈ വിഷയത്തോട് അങ്ങനെ തന്നെയാണോ സമീപിക്കുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിരിക്കും ഇത്തരത്തിലുള്ള സെൻസർ ബോർഡുകൾ, അത് TV പരമ്പരകളുടെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും അതിനെ ഒരേ തരത്തിൽ കാണണം. അതിൻ്റെ എല്ലാം അളവുകോൽ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ തന്നെയാണോ? ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഈ കത്തയച്ചിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെൻറ് ഒരു നിർദ്ദേശം തുടർച്ചയായിട്ടൊരു കത്തയച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജസ്റ്റിസ് കമാൽ പാഷയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ആദ്യമായിട്ട് ഉന്നയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ തീർച്ചയായും.
അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്ന ചില കേസുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സീരിയലുകൾ സെൻസർ ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറയണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊരു വിനോദ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകളുടെ ജീവിതം എന്നതൊഴിച്ചാൽ ഇത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നത്തിലോ കലാനിർമ്മാണത്തിൻ്റെ പ്രശ്നത്തിലോ ഒന്നും യാതൊരു പങ്കും വഹിക്കുന്നതല്ല ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതായ സീരിയലുകൾ. അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് സെൻസറിങ് മാത്രമേ അത് നിരോധിക്കണം എന്നാണ് പറയുക. അങ്ങനെയാണ് വേണ്ടത്. കാരണം അതിൽ വരുന്ന കഥാപാത്രങ്ങൾ ഈ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും അതിൻ്റെ ആസ്വാദകരെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സ്വാധീനിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ കലാപ്രവർത്തനം നടത്തേണ്ട കാര്യമില്ലല്ലോ. നോവൽ വായിച്ചാലും കവിത വായിച്ചാലും സിനിമ കണ്ടാലും നാടകം കണ്ടാലും ഒക്കെ അത് ആസ്വദിക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സ്വാധീനിച്ചതിൻ്റെ ഫലമായി സമൂഹത്തിൽ അക്രമപ്രവർത്തനങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ഒക്കെ നടന്നതിൻ്റെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിരിക്കെ തന്നെ ഇതൊക്കെ നിരോധിക്കലാണോ, അത് സെൻസർ ചെയ്യലാണോ ഒരു ജനാധിപത്യ സമൂഹ ക്രമത്തിൽ വേണ്ടത് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പം മദ്യനിരോധനം നമ്മുടെ നാട്ടിൽ നടന്നു. മദ്യനിരോധനം തെറ്റാണ് എന്നാണ് ജനാധിപത്യ വിശ്വാസികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ എടുക്കുന്ന നിലപാടെന്താ? ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളൊക്കെ എടുക്കുന്നൊരു നിലപാട് ബോധവൽക്കരണത്തിലൂടെ മദ്യ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. അതിന് സമാനമായ രീതിയിൽ ഇക്കാര്യത്തിലും, കാരണം ഇതൊരു വികാര വ്യവസായമാണ്, വിനോദ വ്യവസായമാണ്, വികാര വ്യവസായമാണ്. പണ്ട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ ഈ കണ്ണീരും കഴുതച്ചിരിയും മെലോഡ്രാമയും ഒക്കെ കൂട്ടിക്കലർത്തി മനുഷ്യവികാരങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു സമ്പ്രദായമാണ് നമ്മൾ സീരിയലുകൾ കാണുന്നത്. അവയൊക്കെ ഇല്ലാതായതുകൊണ്ട് യാതൊരു ശൂന്യതയും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കുറസോവയുടെ ഒരു സിനിമ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഒരു ശൂന്യതയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ശൂന്യതയുണ്ട്. അത്തരത്തിലൊരു ശൂന്യതയും സൃഷ്ടിക്കാത്ത ചില ഈ വികാര കച്ചവടത്തെ അതിൽ നിന്ന് പിന്മാറാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സ്വയം നിയന്ത്രണ പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ അഭികാമ്യം. ഇപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന ഒരു ചർച്ച പോലും വലിയൊരു വിമർശനമാണ്. ആ ചർച്ചയിലൂടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൻ്റെ തിരക്കഥ എഴുതുന്നയാളായാലും സംവിധായകർ, ഈ പാവപ്പെട്ട നടീനടന്മാരെ നമുക്കതിൽ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ധാരണയുണ്ടാവണം. ഈ കുടുംബ സദസ്സിലേക്ക് കയറി വരുന്ന ഇത്തരത്തിലുള്ള സൃഷ്ടികൾ കുട്ടികളെയാണ് വലിയ തോതിൽ സ്വാധീനിക്കുന്നത്, സ്ത്രീകളെയും സ്വാധീനിക്കും. ഇപ്പം ഞാൻ അത്ഭുതപ്പെടുന്ന, ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പെൺകുട്ടികളായിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. കാരണം ഇതിൽ വന്നുപെടുന്നതായ സ്ത്രീകൾ മുഴുവൻ വലിയ വില്ലത്തികളാണ്. നമ്മുടെ സഹോദരിമാരും അമ്മമാരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവരൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ വില്ലത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിൽ നടക്കുന്ന ചില ഗൂഢാലോചനകൾ, പരസ്പരമായ പോരാട്ടങ്ങൾ, ചിലതൊക്കെ അറിയാതെ ഈ കുടുംബ സദസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. ഒരു 4-5 വർഷം മുൻപ് ഈ സീരിയലുകളുടെ കണ്ടന്റിലുണ്ടായിരുന്ന സംഭവം എന്താ? സ്ത്രീകളായിട്ട് വരുന്നവരൊക്കെ പ്രേതാത്മാക്കളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏത് സ്ത്രീയാണ് ഇതിൽ പ്രേതം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഈ സീരിയലുകൾ കണ്ടപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ അന്ധവിശ്വാസങ്ങൾ, നിങ്ങൾ ആലോചിച്ചു, അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ ചില സീരിയലുകൾ കാണാൻ പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെടുന്നു, ഒരാൾ മറഞ്ഞു പോകുന്നു. ഇത്തരത്തിൽ സമൂഹക്രമത്തിൻ്റെ ഒരു സ്ഥിതവ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ, ഒരു സമാധാന വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ, സാമൂഹ്യ സ്വഭാവത്തെ തകർക്കുന്ന രീതിയിൽ ഇതിൻ്റെ കണ്ടന്റ് ഉപയോഗിക്കാൻ പാടില്ല. അതിനെ നിയന്ത്രിക്കാൻ അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നതിന് ഇത് പ്രായോഗികമല്ല. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊന്നും പ്രായോഗികമല്ല. ചിലപ്പോൾ ഈ കഥ സെൻസർ ചെയ്തു, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരാമല്ലോ. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സമൂഹം ഇതിനെ സംബന്ധിച്ച് വലിയ ബോധവാന്മാരാവുക, അവരിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ സ്വീകരിക്കുക, അത്തരത്തിൽ സമൂഹത്തിന് വലിയ പരിക്കേൽപ്പിക്കാത്ത രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ശരി, അത് അക്കാര്യത്തിലൊരു സ്വയം നിയന്ത്രണത്തിനെങ്കിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തയ്യാറാകുമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, താങ്കൾ ആദ്യമേ ഈ സെൻസർ ബോർഡ് സീരിയലുകളുടെ കാര്യത്തിൽ പ്രായോഗികമല്ല, അതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടടക്കം ചൂണ്ടിക്കാണിച്ചുവല്ലോ. അതവിടെ നിൽക്കട്ടെ. ഒരു സ്വയം നിയന്ത്രണത്തിനെങ്കിലും
ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ഞാൻ ഇതിലെ അഭിനേതാക്കളെയോ താരങ്ങളെയോ ഒക്കെ മാറ്റി നിർത്തുകയാണ്, അവർ തയ്യാറാക്കേണ്ടതല്ലേ? താങ്കൾക്ക് ഇതിലെ താരങ്ങളുടെ ഒരു സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി അക്കാര്യത്തിൽ ആ നിലയ്ക്കുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാവുന്നതാണല്ലോ. നമ്മുടെ പരമ്പരകളുടെയൊക്കെ പൊതു സ്വഭാവം, അതിലെ സ്ത്രീ വിഷയം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പൊതു പ്രശ്നം ഈ പരമ്പരകൾ ഏതെങ്കിലും സമയത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും നല്ല സാഹിത്യ സൃഷ്ടികൾ പരമ്പരകളാക്കാൻ എത്ര കാലമായി നമ്മുടെ ഈ പരമ്പരകളുടെ സൃഷ്ടാക്കൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇത്തരം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ആ നിലയിൽ ഇതിനെ കുറെ കൂടി കാര്യക്ഷമമായി ഈ സംവിധാനത്തെ ഉപയോഗിക്കുക, ഈ വിമർശനങ്ങളെ അങ്ങനെ കുറയ്ക്കുക. ഈ വിമർശനം കൂടുമ്പോഴാണല്ലോ സർക്കാരിന് ഇടപെടേണ്ടി വരുന്നത്, അല്ല ഇത്തരം സംവിധാനങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നത്. അത്തരം സാഹചര്യം ഇതിലെ അണിയറ പ്രവർത്തകർ, ഇതിലെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമൊക്കെ ഒഴിവാക്കുന്നതല്ലേ അഭികാമ്യം? അതിന് ശ്രമിച്ചുകൂടെ? തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ ആത്മാ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ പിന്നെ അതായത് അതിൻ്റെ ഇത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാറാണ്. ഞങ്ങൾ വളരെയേറെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഏത് ചാനലിനും ആവശ്യം റേറ്റിംഗാണ്. ഈ റേറ്റിംഗാണ് ഇപ്പം വാർത്താധിഷ്ഠിതമായ പരിപാടിയാണെങ്കിലും നമ്മുടെ ഇതുപോലുള്ള വിനോദ ഉപാധിയാണെങ്കിലും അവിടെ റേറ്റിംഗാണ് ആവശ്യം. നമ്മളൊരു കഥ അത് ചില സമയത്തൊക്കെ പിന്നെ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് വരെ ഞങ്ങൾ എതിർക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ അതെന്താണ് അതിനൊരു തടസ്സമെന്ന് പറയുന്നത്, ഈ ചാനലുകാർ നിർദ്ദേശിക്കും ഇന്ന രീതിയിൽ വേണം, അടുത്ത ആഴ്ച റേറ്റിംഗ് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ഇത് ഏറ്റവും പിന്നെ പ്രായമേറിയ ആളുകളുടെ ഒരു വിനോദ ഉപാധിയാണ്. അവരുടെ സമയം പോകുന്നത് മുഴുക്കയും ഈ സീരിയലിലൂടെയാണ്. അവരെ സിനിമയ്ക്ക് കൊണ്ടുപോവില്ല, പിന്നെ അവരെ നല്ലൊരു സിനിമ കാണിക്കാൻ പറ്റില്ല, അവർ വരില്ല. അപ്പം കിടക്കയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു TV വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇതിനൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ ഇതിൽ ഈ ആർട്ടിസ്റ്റുകൾ എങ്ങനെ പറയുന്നു അതുപോലെ അത് അഭിനയിച്ചേ പറ്റുള്ളൂ. പിന്നെ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ റേറ്റിങ്ങിൻ്റെ കാര്യമാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പം അതിന് ചാനലുകാർ ഇപ്പം പുതിയ ഒരു വാർത്താ അധിഷ്ഠിതമായ ഒരു പരിപാടി തുടങ്ങിയാൽ അത് കുറച്ച് ദിവസം വാർത്ത മാത്രം പോകും. പക്ഷേ അവിടെ വാർത്ത കാണാനോ അത് ശ്രവിക്കാനോ വേറെ ആളുകളില്ല. അപ്പോൾ എന്തു ചെയ്യും? ആ ചാനൽ ഉടനെ തന്നെ ഒരു സീരിയൽ തുടങ്ങുന്നതായിട്ട് പറയും. ആ സീരിയലിന് വേണ്ടി അതിൻ്റെ നിർമ്മാണ പ്രക്രിയകളിൽ അതിനുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവർക്കും ആവശ്യം സീരിയലാണ്. ആ സീരിയലിൽ കുറച്ച് പേര് ഇത് കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഏറ്റവും ബഹുഭൂരിപക്ഷം ആളുകളും പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാതെ ഒരു സ്വിച്ച് ഇട്ടാൽ കാണുന്ന ഒരു പ്രതീതിയാണ് സീരിയലിനെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാർഗ്ഗരേഖ വേണമെങ്കിൽ കൊടുക്കാം. ഇന്ന രീതിയിൽ ഇപ്പം നമ്മൾ വയ്ക്കുന്നില്ലേ, മദ്യപാനം പിന്നെ ആപത്താണ്, ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ഓരോ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ക്ലിപ്പിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇത് നിർമ്മാണ സമയത്ത് ഷൂട്ടിംഗ് സമയത്തൊക്കെ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു കഥ എടുക്കുകയാണെങ്കിൽ ആ കഥയായിട്ട് ചേർന്ന് പോകണം എന്നുള്ള ഒരു രീതി വയ്ക്കാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചെയ്ത് അപ്പം നമുക്ക് കൊടുക്കാനായിട്ട് അത് നമ്മുടെ എല്ലാ ജീവിതങ്ങൾ തകർന്നു സിനിമയുമായി ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ല. ഇതിൻ്റെ ആശയത്തിനാണ്, ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയമാണ് അവിടെ സെൻസറിങ്ങിന് വിധേയമാക്കേണ്ടത് എന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ആ പ്രമേയത്തിനാണ് പ്രശ്നം. ഒരുപക്ഷെ ഇതിലെ സംഭാഷണങ്ങളോ അതിലെ സീനുകളോ ഒന്നും ആയിരിക്കില്ല പ്രശ്നം, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിനാണ് പ്രശ്നം, ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിനാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായും നമ്മൾ തന്നെയുമല്ല. ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, നിലവിൽ TV പരിപാടികളുടെ നിരീക്ഷണത്തിനായി ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ പ്രവർത്തനക്ഷമത എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതും കൂടി പരാജയപ്പെട്ടപ്പോഴായിരിക്കുമല്ലോ ഈ ഒരു ക്രമീകരണം വേണമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ ആലോചിക്കുന്നത്.
ഇതിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. 1-2 ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇതിലല്ല. ഇത് വിശദമായിട്ട് ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടാവണം. ചാനലുകാർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് റേറ്റിംഗ് ഉണ്ടാക്കണം. അത് വാർത്താധിഷ്ഠിതമായ പരിപാടിയാണെങ്കിലും ഞാൻ പറയാതെ അറിയാമല്ലോ, റേറ്റിംഗ് വേണം എന്നുള്ളതാണല്ലോ ഇന്ന് മൊത്തത്തിൽ. ഇപ്പം ഹിന്ദി സീരിയൽ വരുന്നുണ്ട്, തമിഴ് സീരിയൽ വരുന്നുണ്ട്, ഇതെല്ലാം എത്രയോ വൾഗാരിറ്റിയൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അവിടെ ഒന്നും വിഷയമല്ല. മലയാളത്തിൽ പാവപ്പെട്ട അമ്മമാരും പിന്നെ പ്രായമേറിയ ആളുകൾ കാണുന്നതാണ് ഏറ്റവും വലിയ ഒരു ഉപാധിയായിട്ട് ഇതിനെ കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് ഒരു അക്കാര്യത്തിൽ വിപണി അധിഷ്ഠിതമായ ഒരു വിനോദ വ്യവസായമായതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നത് വിപണിയുടെ ഘടകങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലിൻ്റെ റേറ്റിംഗിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ആ ഘട്ടത്തിൽ ഈ സംവിധായകനോ നിർമ്മാതാവിനോ തിരക്കഥാകൃത്തുക്കൾക്കോ ഈ നടീനടന്മാർക്കോ ഒന്നും ഒരു റോളും ഉണ്ടാകില്ല. റേറ്റിംഗ് കൂട്ടാൻ എന്ത് വേണമെന്ന് ചാനൽ പറയും, അതിനനുസരിച്ച് ഇതിൻ്റെ മുഴുവൻ ഘടനയും മാറുമെന്നാണ് ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ആ നിലയിൽ അത്രത്തോളം അയഞ്ഞ ഒരു സംവിധാനമാണ് ഇത്. ഇതിനെ എങ്ങനെ നന്നാക്കാൻ കഴിയുമെന്നാണ് ശ്രീമതി ടി പാർവതി താങ്കളെപ്പോലുള്ളവർ കരുതുന്നത്? നൂറ് ശതമാനം. ഇതിനകത്ത് ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്നൊരു സങ്കേതമാണ്. സീരിയലിൽ ഒരു കഥയുടെ പല പല ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നത് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല സീരിയലുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞ സീരിയൽ, കൈരളി വിലാസം ലോഡ്ജ് എന്ന് പറഞ്ഞ സീരിയലുകൾ, രാഷ്ട്രീയട്ടൊക്കെ തന്നെ ഓർമ്മയുണ്ടാവും. എത്ര രസകരമായ സീരിയലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും പ്രായമായവർക്ക് കാണാം. ഈ പറയുന്ന മെലോഡ്രാമയും ഈ തമ്മിൽ തല്ലും കൊച്ചു പിള്ളേരെ അതിഭീകരമായി ഉപദ്രവിക്കുകയും അവർക്ക് എനിക്ക് ക്ഷുദ്രം ചെയ്യുന്നുണ്ട് എനിക്കെതിരെ എന്ന് പറഞ്ഞ് പേടിച്ച് കുഞ്ഞുങ്ങൾ പേടിച്ച് മുറിയിൽ നിന്ന് ദേവിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടുക, മുറിയിൽ പേടിച്ചിരിക്കുക, എന്നെ അവർ കൊല്ലുമെന്ന് ഭയപ്പെടുക തുടങ്ങിയ കഥകൾ തന്നെ നിർബന്ധമായും മുതിർന്നവരെ കണ്ട് രസിപ്പിക്കണമെന്ന് ആ നിർബന്ധം ചാനലുകാർക്കുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവണതയല്ലേ? അത് നമ്മളത് എതിർക്കേണ്ടതല്ലേ? ചാനലുകൾ അങ്ങനെ തന്നെ കാശുണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അത്ര നല്ല ഒരു വാശിയാണോ? ചാനലുകളായാലും ആരായാലും ആ നിയന്ത്രണം വേണം. കാരണം ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും അല്ല ദിവസവും വൈകുന്നേരങ്ങളിൽ ആൾക്കാരെ കാണിക്കേണ്ടത്. തമാശകൾ കാണിക്കാം, നല്ല കഥകൾ കാണിക്കാം. നമുക്ക് തന്നെ എത്രയോ നമ്മുടെ എന്തൊരു സമ്പത്താണ് സാഹിത്യ സമ്പത്ത്. അവിടെ നിന്ന് ഇപ്പോൾ പണ്ട് കയറ് പോലെയുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ എത്രയോ രസകരമായ പുസ്തകങ്ങൾ, ബഷീറിൻ്റെ കഥകൾ ഒക്കെ തന്നെ പിന്നെ അല്ലെങ്കിൽ ഇടക്കാലത്ത് ആർ കെ നാരായണൻ്റെ കഥകൾ ഒരു കാലത്ത് മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് കണ്ടത്. അതുപോലെ നമ്മുടെ സാഹിത്യ സൃഷ്ടിയിൽ തന്നെ എത്രയോ കഥകളുണ്ട് നമുക്ക് രസകരമായി എല്ലാവരും വായിക്കുകയും കാണുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ കാരൂരിൻ്റെ കഥകൾ എത്രയോ ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ സീരിയൽ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ എന്ന് വെച്ചാൽ ആൾക്കാർ നിർബന്ധമായും കാണണം എന്നില്ല. കാരണം അവരുടെ ഏറ്റവും തമോ ഗുണങ്ങളെ പിന്നെ രസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവളെന്തായി അവൾ മറ്റവളെ കൊല്ലുവോ അയ്യോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വികാരങ്ങളെ അത് ഉണർത്തത്തില്ല. അപ്പം അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമായും 6-7 മണിയോ ആവുമ്പോൾ കൃത്യമായി എൻ്റെ മുമ്പിലിരുന്ന് അതിനോടൊപ്പം കഥയോടൊപ്പം പോവുള്ളൂ. ഒരു രസിക്കുന്ന സീരിയൽ ചിലപ്പോൾ നാളെ ചിലപ്പോൾ കണ്ടോണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു വികാരത്തോടു കൂടി ആ റേറ്റിങ്ങിനെ ഉണർത്താൻ ചാനൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് പൊതുവായി ദോഷമാണ് എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ, അത് പലർക്കും തോന്നുന്നുണ്ടാവണം, അത് തോന്നുന്നവരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാനുള്ള ഈ സമൂഹത്തിലുള്ള വിശ്വാസം തന്നെ നമുക്ക് കഷ്ടപ്പെടും. പണം ഉണ്ടാക്കുകയും ജോലി ചെയ്യുകയും മാത്രമല്ല, ആത്യന്തികമായിട്ട് നമ്മൾ എന്തിനാണ് കാട് വേണമെന്ന് നമ്മൾ പറയുന്നത്, എന്തിനാണ് വെള്ളം പൊല്യൂട്ട് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നത്, എന്തിനാണ് ഈ വായുവിനെ നശിപ്പിക്കരുതെന്ന് പറയുന്നത്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പൊതുവായ മനസ്സിനെ നമ്മൾ നശിപ്പിക്കല്ലേ എന്ന് പറയുന്നതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനൊരു ചിന്ത വേണം, ആലോചന വേണം, അതിന് കൂട്ടായ ചർച്ച വേണമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ഡോക്ടർ ഗ്രാമപ്രകാശ്, ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ പരമ്പരകൾ, ഇപ്പോൾ ശ്രീമതി പാർവതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ സ്ത്രീ പ്രേക്ഷകരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ത്രീപക്ഷ രചനകൾ എത്രയോ നമ്മുടെ സാഹിത്യത്തിലുണ്ട്. അതിലൊന്നും പരമ്പരകൾ അത് TV സീരിയലുകളായി മാറുന്നില്ലല്ലോ. നമ്മുടെ എത്രയോ മഹത്തായ സാഹിത്യ സൃഷ്ടികൾ TV പരമ്പരകളാകുന്നില്ല. അങ്ങനെ അതൊക്കെ TV പരമ്പരകളായ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അതും നമ്മുടെ കുടുംബ പ്രേക്ഷകരടക്കം സ്വീകരിക്കുകയും ചെയ്തതാണ്. ഒരു പുതുമയും ഈ മേഖല ആസ്വാദകർക്ക് നൽകുന്നുമില്ല. പുതുമ നൽകുന്നില്ല എന്ന് തന്നെയല്ല, ഒരു പരീക്ഷണത്തിനും അവരാരും മുതിരുന്നുമില്ല. നമ്മളുടെ ഈ മെയിൻ സ്ട്രീം ചാനലുകളിലെ പരമ്പരകളൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം കഥാതന്തു ഒന്നാണ്. കഥാപാത്രങ്ങളുടെ പേരുകളിൽ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിലേക്ക് നാടകീയത ചിത്രീകരിക്കുന്നതിലെ ആ താളക്രമം മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അത് കൃത്യമായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആ നിലയിൽ ഒരു പുതുമയും അത് നൽകുന്നില്ല,
വേറൊരു തരത്തിലുള്ള ആസ്വാദന തലത്തിലേക്ക് കുടുംബ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നുമില്ല. നമ്മുടെ സാഹിത്യ കൃതികൾ അതിൽ ഘടകമാകുന്നതേയില്ല. നമ്മൾ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പൈങ്കിളി കൃതികളെന്നോ അല്ലെ പൈങ്കിളി സാഹിത്യമെന്നോ പറഞ്ഞതൊക്കെ വേറൊരു തരത്തിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു എന്നത് മാത്രമല്ലേ ഇപ്പോൾ പരമ്പരകൾ നിർവഹിക്കുന്ന കടമ എന്ന് കാണാൻ കഴിയുകയുള്ളൂ? അല്ല, എന്തായാലും ഈ ചർച്ച നിങ്ങൾ ഉയർത്തിവിട്ട ചർച്ച എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വലിയ ഒരു വിമർശനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ആരും ഗൗരവമായിട്ട് ഈ ഒരു വിഷയം അടുത്ത കാലത്തൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരേ പ്രമേയങ്ങൾ മാത്രമല്ല, ഇതിലൊന്നും ഈ പപ്പടം ചുട്ടെടുക്കുന്നത് പോലെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടതല്ലോ, ഈ പപ്പടം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുന്ന ഒരു ദൃശ്യത്തിൽ എവിടെ ക്രിയേറ്റിവിറ്റി ഉള്ളത്? യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല. അത് ചെയ്യുന്നവർക്കറിയാം, കാണുന്നവർക്കറിയാം. ഈ കാണുന്നവരെന്താണെങ്കിൽ ഈ കുറേശ്ശെ വിഷം കഴിക്കുന്നത് പോലെയാണ്. ഓരോ ദിവസം കുറേശ്ശെ വിഷം കഴിച്ച് ഏതെല്ലാം തരത്തിലുള്ള മൂല്യവിരുദ്ധമായ സ്വഭാവം ആളുകൾക്ക് ഉണ്ടാകാൻ കഴിയുമോ ആ രീതിയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലാകാരന്മാർ പാവങ്ങൾ നിരപരാധികളായിരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്താണ് ബോധപൂർവമായ ഒരു പരിശ്രമം വരേണ്ടത്. ഇപ്പോൾ ഉറൂബിൻ്റെ സുന്ദരന്മാരും എടുക്കുക, അല്ലെങ്കിൽ MTയുടെ കാലം എടുക്കുക. അങ്ങനെ നമ്മുടെ മലയാളികളെ സ്വാധീനിച്ച വലിയ കൃതികളൊക്കെ നമ്മളെടുത്ത് സീരിയലായിട്ട് അവതരിപ്പിച്ചാൽ ഇതെല്ലാം ഈ പ്രായമായ ആളുകളും കാണും, കുട്ടികളും കാണും. അവരെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും, ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. പലപ്പോഴും ഈ പ്രമേയങ്ങൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊന്ന്, ഈ ഹിന്ദി ഭാഷയിൽ നിന്നുള്ള സീരിയലുകൾ നമ്മുടെ ചില ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദി ചാനലുകൾ അവതരിപ്പിക്കുന്ന ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ ഒരു സാമുദായിക സ്വഭാവം അനുസരിച്ചിട്ടുള്ളതായ സീരിയലുകളല്ല അവ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ വലിയ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതായി. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് വെറുതെ വെച്ച് നോക്കി ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതാണ്. ഒരു രാജകൊട്ടാരത്തിൽ വന്ന ഒരു ഋഷി ആ രാജകൊട്ടാരത്തിലെ രാജകുമാരിക്ക് എന്തൊരു ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പെൺകിടാവിന് ഏതൊരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്ന രീതിയിൽ ഇയാൾ കാണുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തെ പോലെ വലിയ പുരോഗമിച്ച സ്വഭാവമുള്ള ഒരു ജനതയുടെ ഉള്ളിലേക്ക് അന്ധവിശ്വാസങ്ങൾ, അതുപോലെ ഈ ജാതകം ഗണിച്ചു നോക്കുന്ന ചില കാര്യങ്ങൾ, ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്ക് എതിരായിട്ടുള്ള രീതിയിലുള്ള പ്രമേയങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ അവതരിപ്പിക്കുന്ന സീരിയലുകളുണ്ടോ? ഞാൻ പലപ്പോഴും ഇതിന് മുന്നിലിരിക്കുന്ന ഈ പാവപ്പെട്ട നമ്മുടെ വീടുകളിലൊക്കെ താമസിക്കുന്ന ദരിദ്രരായ മനുഷ്യരെക്കുറിച്ച് പലപ്പോഴും ഖേദിക്കാറുണ്ട്. കാരണം അവരാരെക്കുറിച്ചാണ് വേവലാതി കൊള്ളുന്നത്? അവരാരുടെ വിഷമത്തിലാണ് കണ്ണീരൊഴുക്കുന്നത്? വളരെ സമ്പന്നരായ കുറേ ആളുകൾ, ആ സമ്പന്നരായ ആളുകൾ വലിയ വലിയ പട്ടുസാരികളൊക്കെ ഉടുത്ത് വലിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് വന്നു നിൽക്കുന്നു, കരയുന്നു, പൊട്ടിച്ച്. ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ വീടെന്ന് പറയുന്നത് ഈ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടത്താൻ വേണ്ടി കിട്ടിയൊരു വീടായിരിക്കും. ആ വീടിൻ്റെ സൗകര്യം വെച്ച് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാവപ്പെട്ട നമ്മുടെ വീടുകളിലെ മധ്യവർഗ്ഗക്കാരൊക്കെ ഇരുന്ന് ഈ സമ്പന്നരായ ആളുകളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ആ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രമേയങ്ങളാണ് ഇതിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിരോധ പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമേയം നിങ്ങൾക്ക് ഈ സീരിയലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും? എന്തോ ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ആവശ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള, ഒന്ന് ഈ വിനോദ വ്യവസായം എന്ന് പറഞ്ഞ വ്യവസായിക ഒരു സ്വഭാവമുണ്ട്. ആ വ്യവസായികളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? സമൂഹത്തിൻ്റെ പുരോഗമനം അവരിഷ്ടപ്പെടുന്നില്ല, ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല, ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. സ്വാഭാവികമായും ഈ TV-ക്ക് തന്നെ ഇഡിയറ്റ് ബോക്സ് എന്ന് പറയുന്ന പേര് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒപ്പിയം മീറ്റേഴ്സായിട്ട് ഇതൊരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് തീർച്ചയായും വളരെ വിമർശനാത്മകമായി പൊതുസമൂഹം കാണേണ്ട ഒരു സംഗതിയാണ്. സീരിയലുകൾ വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സീരിയലുകൾ നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു സമയം ഈ കലാകാരന്മാരുടെ സർഗാവിഷ്കാരങ്ങൾ കാണാനും മനസ്സിലാക്കാനും ആളുകൾ കിട്ടുന്ന അവസരം അതിൽ വരുന്ന ഇത്തരത്തിലുള്ള മാത്രമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ സോഹൻ സീനുലാൽ, ഇവിടെ നമ്മളുടെ കുടുംബ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം കൂടി കണക്കിലെടുക്കണമല്ലോ. നേരത്തെ ശ്രീമതി പാർവതി ചൂണ്ടിക്കാട്ടിയതുപോലെ മാൽഗുഡി ഡേയ്സ് കണ്ടിരുന്ന ആളുകൾ പിന്നീട് കണ്ണീർ സീരിയലുകൾ കാണാൻ നിർബന്ധിതരായി.
അവരുടെ ആസ്വാദനക്ഷമത ആ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരികയാണ് ഈ സീരിയലുകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ ചെയ്തത്. അതിപ്പോൾ സംവിധായകരും തിരക്കഥാകൃത്തും പോലും അല്ല അതിന് പിന്നിൽ. അതിൻ്റെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നമ്മളുടെ ആളുകളുടെ ആസ്വാദന രീതി ആ നിലയിലേക്ക് കുറഞ്ഞു വന്നു. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പൊതുപ്രശ്നവും നമ്മുടെ പരമ്പരകൾ അഭിമുഖീകരിക്കുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ. സിനിമകൾ അങ്ങനെയല്ലല്ലോ. സിനിമകൾ എത്രയോ കാലികമായ വിഷയങ്ങളിലേക്ക് കടന്നു വന്നു. ഒരു മലയാള ചലച്ചിത്രമൊക്കെ എടുത്താൽ അത് ഏത് നിലവാരത്തിലുള്ള വിഷയങ്ങൾ പ്രതിദാനം ചെയ്യുന്നു എന്ന് താങ്കൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. പക്ഷേ സീരിയലുടെ കാര്യത്തിൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലും നടത്തുന്നില്ല. കുടുംബ ബന്ധങ്ങളുടെ കഥയാണ് പറയുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇതാണോ നമ്മളുടെ കുടുംബ ബന്ധം? ഇതൊന്നുമല്ലല്ലോ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ നിലയിലേക്ക് നമ്മുടെ പ്രബുദ്ധരായ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തെ താഴേക്ക് ഇടിച്ചു താഴ്ത്തിക്കൊണ്ടുവന്നു എന്ന ഒരു കുറ്റം കൂടി നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ പരമ്പരകളുടെ സൃഷ്ടാക്കളുടെ മേൽ കാലം ആരോപിക്കപ്പെട്ടേക്കാം. എനിക്ക് പറയാനുള്ളത്, സാഹിത്യ സൃഷ്ടികൾ തന്നെ ഇവിടെ സീരിയലുകളാക്കണം എന്ന് ആവശ്യപ്പെടാൻ നമ്മളാരാണ്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അടൂർ സാറിൻ്റെയോ അല്ലെങ്കിൽ കുറസോവയുടെയോ ഒക്കെ സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ആ ആസ്വാദന നിലവാരമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല സീരിയലുകൾ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിലൊന്നും സീരിയൽ പങ്കുവഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടമ്മമാരും മുതിർന്ന ആൾക്കാരും ഒക്കെയാണ് ആ സീരിയൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഘോരഘോരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടും ജനാധിപത്യത്തെ പറ്റിയിട്ടും പറയുകയും ഇതിന് നിയന്ത്രണം വെക്കണമെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയൽ കാണിച്ചോട്ടെ, സീരിയലിൻ്റെ നിലവാരം ഏതളവിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ആത്യന്തികമായി ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ ഒരു ചാനലുകാരനോ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ ഏതൊരു പ്രൊഡക്റ്റും അതിൻ്റെ ഉപഭോക്താവാണ് അതിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത്. ഈ സീരിയലുകൾ കാണാൻ ഇവിടെ കേരളത്തിൽ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ നിലവാരം അത്രയേ ഉള്ളൂ. അവരുടെ നിലവാരത്തിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നത് റേറ്റിംഗിലും കൂടുതൽ മേളിൽ വരും. നിങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടോ നിലവാരം താരതമ്യം ചെയ്യാൻ? അങ്ങനെയല്ലാത്ത നമ്മൾ ഈ പറയുന്ന കണ്ണീർ പരമ്പരകളല്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് കൊടുത്തിട്ട് അവരത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ലേ നമ്മൾ താരതമ്യത്തിന് മുതിരേണ്ടത്? കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ സീരിയൽ രംഗത്ത് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാൻ പാടില്ലെന്നിട്ടാണ്. പിന്നെ അതായത് ഞാൻ പറഞ്ഞല്ലോ, ക്രൈം അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, അത് എന്നെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓഡിയൻസ് ഏതിനാണോ കൂടുതൽ ഉണ്ടാകുന്നത് അതിലേക്ക് പോകും. കാരണം ഇതിലൊരു കച്ചവടമുണ്ട്. നമ്മൾ സിനിമ എടുത്താലും അടൂർ സാറിൻ്റെയോ കുറസോവയുടെയോ സിനിമ പോലെ അല്ല കച്ചവട സിനിമ. അതിനിപ്പോൾ പ്രേമം ഇവിടെ റിലീസായപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ അത് മോശമാണെന്ന് പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ്. കല എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയല്ല. അതിന് പോരായ്മകൾ ഉണ്ടാവും. അതിന് പ്രേക്ഷകരുണ്ടെങ്കിൽ ആ പ്രേക്ഷകരുടെ മുന്നിൽ അത് പ്രദർശിപ്പിക്കും. അത് പ്രദർശിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു സെൻസറിനും നിയന്ത്രിച്ചാലും എന്ത് സംഭവിച്ചാലും അതൊന്നും നടപ്പാവില്ല എന്നുള്ളതാണ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ ഒരുപാട് ചാനലുകളുണ്ട്. ഒരുപാട് ചാനലുകൾ നമുക്കുണ്ട്. നമ്മൾ ഒരാളെ തോക്ക് പിടിച്ചിട്ട് നീ സീരിയൽ കാണണം എന്നൊന്നും ഒരാളോട് ഇവിടെ പറയുന്നില്ല. സഫാരി ചാനലുണ്ട്, വാർത്താ ചാനലുകളുണ്ട്, റിപ്പോർട്ടറുണ്ട്, പല ചാനലുകളുണ്ട്. നമ്മൾ എന്തിനാണ് ടെൻഷൻ ആവണേ? നമ്മളുടെ പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ ഈ ടോക്ക് ഷോ തന്നെ ഇത് വീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് മുന്നിലേക്കാണ് നിങ്ങളിത് കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, അപ്പോൾ വീട്ടിലമ്മ പറയും, എടാ ഇത് മാറ്റൂ, സീരിയൽ വെക്കുമെന്ന് അവർ പറയും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? നമ്മൾ എന്തിനാണ് ഇതിനെപ്പറ്റി ആകുലതയാവുന്നത്? ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ജനത്തിനറിയാം. ജനങ്ങൾ എന്തിനാണ് കുറച്ച് കാണുന്നത്? അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അത് കൊടുത്താൽ അവർ സ്വീകരിക്കും. സെൻസർ ചെയ്ത് അവർക്ക് വേണ്ടാത്തൊരു സാധനം കൊടുത്താൽ ഈ സീരിയൽ എന്ന് പറയുന്ന പരിപാടിയെ നമ്മുടെ ചാനലുകളിൽ ഉണ്ടാവില്ല. അതുമൂലം ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഞാനും അത് പറയുന്നില്ല. ജനത്തിന് വേണ്ടത് അവർ കണ്ടെത്തും. വിരൽ തുമ്പിൽ, മൊബൈലിൽ അവർ എന്താ കാണാത്തത്? അവർക്ക് എന്താ വേണ്ടത്? അപ്പോൾ വളരെ ബാലിശമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പറയുന്നവർ സെൻസറിനെ അനുകൂലിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി പാർവതി, ഇക്കാര്യത്തിൽ വിപണി നിയന്ത്രിക്കുന്നിടത്തോളം കാലം അതിന് കാണാൻ അല്ലെങ്കിൽ അത് വാങ്ങാൻ, ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആളുള്ളിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ പോകും.
അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെട്ടിച്ചേർക്കലുകൾക്കോ വെട്ടിമുറിക്കലുകൾക്കോ നിരീക്ഷണങ്ങൾക്കോ ഏതെങ്കിലും സൂക്ഷ്മ പരിശോധനകൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. അതെ അതെ, എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കാലഘട്ടത്തിൽ പിന്നെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന് വിചാരിക്കുക. കഞ്ചാവ് മുട്ടായി രൂപത്തിൽ നമുക്ക് കടകളിൽ വിൽക്കാനുണ്ടെന്ന് വിചാരിക്കുക. ചെറുപ്പക്കാരായ കുട്ടികൾ ധാരാളം അത് വാങ്ങും, അത് വാങ്ങിക്കും, അത് ചെറുപ്പക്കാരുടെ ആവശ്യമാണ്, അത് വേണമെന്ന് അവരത് കൂടുതൽ അതിൽ താല്പര്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് പാടില്ല, അത് ചെറുതായിട്ട് തന്നെ അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നുണ്ട്, ഇത് നല്ലതല്ല, സമൂഹത്തിന് ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പറയുന്നവർ തെറ്റുകാരാവുന്നത് പോലെയാണ് ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ചെറിയ ചെറിയ ഡോസിൽ വിഷമാണ്, ബന്ധങ്ങൾ ഉലയുന്നുണ്ട് എന്നുള്ളത് 100% സംശയമില്ലാത്ത കാര്യമാണ്. അത് സമൂഹത്തിനെ അല്പമെങ്കിലും കാരുണ്യത്തോടെ പണം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്ന് ആലോചിക്കുന്ന ആർക്കും ഈ കാര്യത്തിനോട് എതിർക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അന്ന് നമ്മൾ എന്തിനാണ് ഇപ്പോൾ പിന്നെ മദ്യം കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മദ്യത്തിന് വേണ്ട നിരോധനം, എല്ലാം നിരോധിച്ച് കേരളത്തിനെ അടച്ചു പൂട്ടണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പിന്നെ പ്രമേയങ്ങൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ തന്നെ ടോർച്ചർ ചെയ്യുന്നത്, അതിൻ്റെ ലിമിറ്റിൽ ടോർച്ചർ ചെയ്യുന്നത്, കുത്തുവാക്കുകൾ, ഇതെല്ലാം തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഈ സീരിയൽ പോകുന്ന വഴി ശരിയല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ചാനലുകളെ വിലക്കാൻ, അല്ലെങ്കിൽ ചാനലുകളുടെ അക്രഡിറ്റേഷനോ എന്തെങ്കിലും നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചാനലുകൾ നിർബന്ധിക്കില്ല. ആ സ്ത്രീ നല്ല സ്ത്രീയാണ്, അത് പോപ്പുലർ ആവുന്നു, അവളെ കൊല്ലൂ, അവളെ കൂടുതൽ ഉപദ്രവിക്കൂ, അവളെ വേദനിപ്പിക്കൂ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ ഇത് എഴുതുന്നവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ഈ നിലയ്ക്കുള്ള മത്സരബുദ്ധി കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇതൊന്നും ചാവുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം മറിമായം പോലൊരു സീരിയൽ ആരും ഇതിനെ എതിർക്കുന്നില്ല. എത്ര രസകരമായിട്ടാണ് മറിമായം, എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെയും ആൾക്കാർ ചെയ്യുന്നില്ലേ? അപ്പം ഇതിനകത്ത് എന്തിനാണ് ഈ കുടുംബ പ്രശ്നങ്ങളെയും അവിഹിതങ്ങളെയും കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മുടെ നാട്, ഈ പറഞ്ഞതുപോലെ നാടിൻ്റെ ഒരു നന്മയ്ക്കും അത് കാര്യമാവുന്നില്ല. ഇത് തമോ ഗുണം ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും അകത്തെ ഇമ്പൾസസ് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. സെൽഫിഷ്നെസ്, ജലസി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രൂരത, ഇതാണ് മനുഷ്യരെ രസിപ്പിക്കുന്നത്. അത് തന്നെ ആവർത്തിച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ അതിലോട്ടൊരു ഭ്രമം വരുമോ സംശയമില്ല. അത് മയക്കുമരുന്ന് പോലെയോ കഞ്ചാവ് പോലെയോ ആണ്. ഇപ്പോൾ ഉടുത്താ പഞ്ചാബ് എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിന് പിന്നെ അതിനെ സെൻസർ ചെയ്തതാണ് നമ്മുടെ നാട്. സെൻസറിനെ ഞാൻ ഒരിക്കലും 100% സ്പെൻസറിങ് ആണ് വേണ്ടത് ഞാൻ പറയില്ല. കാരണം അവിടെ സത്യത്തെ കാണിക്കാൻ അവർ തടഞ്ഞു. ഉടുത്താ പഞ്ചാബ് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കാണിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആരാ സെൻസർ ചെയ്യുന്നത്, എങ്ങനെയാണ് സെൻസർ ചെയ്യുന്നത്, അതൊക്കെ വിഷയങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, എന്താണ് ഓരോന്നിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണവും അതിനൊരു അക്കൗണ്ടബിലിറ്റിയും, ആൾക്കാരോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. എന്ത് കാര്യം അക്കൗണ്ടബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കമ്മിറ്റി എന്ന് പറയുന്നത് അതെല്ലാം നല്ലതാണ്. അതിനൊരു മാർഗരേഖ തീർച്ചയായിട്ടും കൊടുക്കണമെന്നുള്ളതിലും നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ കണ്ടിട്ടില്ല, ഞങ്ങളാർക്കും അറിഞ്ഞുകൂടാ. എവിടെ റേറ്റിങ്ങിൻ്റെ ഒരു ഇതിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ റേറ്റിംഗ് തീരുമാനിക്കുന്ന ബോംബെയുടെ ലോബിയാണ്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പം അവരനുസരിച്ച് കഴിഞ്ഞ തവണ പിന്നെ കൊലപാതകം ശരിയായില്ല, കുറേ കൂടെ അതൊന്ന് നീട്ടി ഇത്തവണ വേറൊരു ഇതായിട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ് സംഗതി വരുന്നത്. അപ്പം എന്ന് ഈ റേറ്റിംഗ് അവസാനിക്കുമോ, അല്ലെങ്കിൽ റേറ്റിംഗ് ജനങ്ങൾ കണ്ടുപിടിക്കുമോ, റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നോ അന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ലാൽഗുഡി ഡേയ്സ് എന്നും അതൊന്നും ഇതൊന്നും എല്ലാം പറഞ്ഞ് നല്ല നല്ല കഥാകാരന്മാരുടെ ഇത് വരും, അപ്പോഴും കാണും. ഒന്നത് മാൽഗുഡി ഡേയ്സാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ബോംബെ ഇരിക്കുന്ന ഏതെങ്കിലും കമ്പനി ഇത് പറഞ്ഞോ ചെയ്തോ എന്നല്ല. അതിനേക്കാളും പ്രധാനം ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റായിട്ട് പിടിച്ചു നിൽക്കുക, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടുക, അവർ അംഗീകരിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആരോഗ്യമുള്ള സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. അത് അവർക്ക് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാനലുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് താല്പര്യമില്ല. അവരൊരു മാർഗരേഖ തരും, നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തു തരണം എന്ന് പറയാണ്. ഞങ്ങൾക്കൊക്കെ എന്ത് വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് അറിയാമോ? എന്നെ ഒരു വൃന്ദാവനം എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ ഇട്ട് വെട്ടിക്കൊന്ന് മണ്ണെല്ലാം വാരി മുഖത്തൊക്കെ ഇട്ട് ഞാൻ എന്തുമാത്രം അനുഭവിച്ചു എന്നറിയാം. ഈ ദേഹം മുഴുക്കെ മണ്ണായത് കാരണം ഞാൻ എത്ര ദിവസം കുളിച്ചിട്ട് ആ മണ്ണ് പോയി എന്നുള്ള കാര്യം അറിയാമോ? എന്തുമാത്രം വേദനയോടുകൂടിയാണ് ആ വേഷം ചെയ്യുകയാണെന്നറിയാമോ? പക്ഷെ എന്ത് ചെയ്യാൻ, റേറ്റിംഗ് ഉണ്ടാക്കണ്ടേ, അതാണ് കാര്യം.
ശ്രീമതി പാർവതി, അക്കാര്യത്തിൽ നമുക്ക് പൂജപ്പുര രാധാകൃഷ്ണനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടെ അറിയിക്കുകയും ചെയ്തു. യാഥാർത്ഥ്യ ബോധത്തോടെ ഈ വിഷയത്തെ സമീപിക്കാൻ ഒരുപക്ഷെ അതിൽ അഭിനയിക്കുന്നവരുടെ സംഘടന തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായി ശ്രീ സോഹൻ, ഇക്കാര്യത്തിൽ കുറെ കൂടി വസ്തുതാപരമായി നമ്മൾ സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ പോലെ തന്നെ അങ്ങനെ കുറെ കൂടി മിനി സ്ക്രീനിലേക്ക് ആ നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാങ്കേതിക തികവോടെ കാലികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിൽ പരാതികൾ പരമാവധി ഒഴിവാക്കത്തക്ക രീതിയിൽ ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്ന പൊതു നിർദ്ദേശം വന്നാൽ അത് മേഖല സ്വീകരിക്കുമോ? ഞാനതിനോട് യോജിക്കില്ല. ഇപ്പോൾ പാർവതി ചേച്ചി തന്നെ പറഞ്ഞു മറിമായം പോലെയുള്ള സീരിയലുകൾ അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ. അപ്പോൾ ഏതൊക്കെയോ സീരിയലുകൾ അവർക്ക് ഇഷ്ടമാണ്. സീരിയലുകളെ ആകപ്പാടെ എതിർക്കുകയല്ല ശ്രീ സോഹൻ ചെയ്യുന്നത്. സീരിയലുകളെ ആകപ്പാടെ എതിർക്കുന്ന തരത്തിലല്ല നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നത്. സീരിയലുകൾ അതിന്റെ കണ്ടന്റിൽ, അതിന്റെ ഉള്ളടക്കത്തിൽ, അതിന്റെ പ്രമേയത്തിൽ, അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കുറെ കൂടി വസ്തുനിഷ്ഠമാകണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതാകണം എന്ന അഭിപ്രായം മാത്രമേ ഇവിടെ ഉയർന്നു വരുന്നുള്ളൂ. അതെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ മരുമകളെ കൊല്ലൂ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവള് ശരിയല്ല എന്നൊക്കെ, ഇതൊന്നും നമ്മുടെ നിലവിലുള്ള സെൻസർ നിയമത്തിന്റെ പരിധിയിൽ മോശമായിട്ട് സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളയേണ്ട വാക്കുകളൊന്നും തന്നെ അപ്പോ ഇതിന്റെ നിയമങ്ങൾ അത് നമ്മൾക്ക് ഈ ഒരു ചർച്ചയല്ല, അത് വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. അത് എല്ലാം എനിക്കിപ്പോൾ പറയാൻ സമയപരിധി ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് എൻ്റെ വളരെ ക്യാപ്സുലായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ശരി, ഡോക്ടർ ഗ്രാമപ്രകാശ്, അത് പ്രായോഗികമല്ല എന്നതുകൊണ്ട് അതിലേക്ക് കടക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തോട് താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ഈ വ്യക്തിപരമായിട്ട് ഈ കലാപ്രവർത്തനത്തെ സെൻസറിങ്ങിന് വിധേയമാക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പക്ഷെ നേരത്തെ ഈ റേറ്റിങ്ങിനെ സംബന്ധിച്ചോ ഒക്കെ പറയുന്ന സമയത്ത് ഒരു കച്ചവടക്കാരുടെ ഭാഷയിൽ ആണ് സംസാരിക്കുന്നത്. ഈ കലാപ്രവർത്തനമാണ് ഒരാൾ നടത്തുന്നതെങ്കിൽ അയാൾ കച്ചവടക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കരുത്. ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ ഈ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരത്തിലെ ചില സെൻസറിങ് വേണ്ടി വരും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കൊരു പൊതുരംഗത്ത് നിൽക്കാൻ പറ്റും. പ്രത്യേകിച്ചും പൊതുസമൂഹത്തിന് മുൻപാകെ ഞങ്ങൾക്ക് പുതുതലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിലോ ജനങ്ങളെ ആരോഗ്യകരമായി സ്വാധീനിക്കുന്ന കാര്യത്തിലോ പങ്കില്ല എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം അതിനെ പറ്റിയ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ വിമർശനം ഉന്നയിച്ചെന്ന് വരും. ഇത് സ്വാഭാവികമായിട്ട് അതൊരു ചർച്ചയിലേക്ക് നയിക്കാൻ ഈ ഒരു റിപ്പോർട്ടിലെ ചർച്ച സഹായകമായി എന്നെനിക്ക് തോന്നുകയാണ്. ശരിയാണ്, നമുക്ക് സമയം അതിക്രമിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇടപെടേണ്ടത് ഉണ്ടെന്ന് തോന്നുകയാണ്. സംസ്ഥാനത്തെ TV പരമ്പരകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഒരു പുതിയ സംവിധാനം വേണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. ഈ ഒരു നിർദ്ദേശമായിരുന്നു ഇന്ന് ന്യൂസ് ടുഡേ ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, ശ്രീമതി T പാർവതി, ശ്രീ സോഹൻ സീനുലാൽ, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, എല്ലാവർക്കും നന്ദി.